റജോരിയിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി വലിയ തോതിലുള്ള ഈ പാകിസ്ഥാന്റെ പ്രകോപനമാണ് നമ്മൾ കണ്ടത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്റെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു ചിലർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ പാകിസ്ഥാൻ ഈ റജോരിയിൽ നടത്തിയ ഷെല്ലിങ്ങിൽ മാരകമായ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് വേണം കരുതേണ്ടത്. കാരണം ഇപ്പോൾ നാട്ടുകാര് അതിന്റെ ഭാഗങ്ങളൊക്കെ ഈ ശേഖരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ കാണാം വളരെ മൂർച്ചേറിയ ഷാർപ്നൽസ് ആണ്, അതായത് മൂർച്ചേറിയ വസ്തുക്കളാണ് ഈ ഷെല്ലുകളിലും മറ്റും ഉള്ളത്. ഇത് ഈ ഷെല്ലിംഗ് നടന്ന സ്ഥലത്ത് നിന്ന് നാട്ടുകാർ ഈ ശേഖരിച്ച സാധനങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു മെറ്റൽ വസ്തുവാണെന്ന് ഉറപ്പാണ്. കാരണം ഇതിൽ നിന്ന് ഇത് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം മൂർച്ചയേറിയ അറ്റങ്ങളാണ് ഇതിന് ഉള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ വാഹനങ്ങളിലും വീടുകളിലേക്കുമൊക്കെ തുളച്ചു കയറിയിരിക്കുന്നത്. അങ്ങേയറ്റം മൂർച്ച ഇതിന്റെ ഈ അറ്റങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതൊരു മറ്റൊരു ഷെല്ലിന്റെ ബാക്കി പത്രമാണ്. ഇത് നമ്മൾ തൊടുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു മൂർച്ച, അതുപോലെ തന്നെ എത്രത്തോളം ഹാർഡാണ് എന്നൊക്കെ മനസ്സിലാകുന്നതായിരിക്കും. ഏതായാലും നാട്ടുകാരോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം അതിന്റെ ഇതിനെ സംബന്ധിച്ച്. इस इलाके में पहली बार हुआ है इसके 1947 के बाद पहली बार ये ऐसा हुआ है. इससे पहले जो शेलिंग होती रही है वो बॉर्डर एरिया में होती रही है. और ये इन्होंने जो है रेंज पकड़ा है, ये कोई 10 किलोमीटर आगे आके फटे हैं इधर डांगरी में. पहली बार 4-5 घर लोगों के उड़ गए हैं, 4-5 गाड़ियां उड़ गई हैं. और ये सुबह 4 बजे के करीब यहाँ पे शेलिंग हुई है. ये सुबह 4 बजे के बाद 6 बजे तक होता रहा. उसके बाद फिर बंद हुआ, थोड़ा कम हो गया था. किसी जान को नुकसान हो गया? आदमी किसी को कुछ नहीं हुआ. गाड़ियों का नुकसान हुआ, जो बाहर गाड़ियां लगी हुई थी उनको नुकसान हुआ. और आदमी किसी को कुछ हुआ नहीं है. हाँ, कहीं कहीं इलाके में हुआ होगा, अभी इन्फॉर्मेशन नहीं है. हमारा ये डांगरी का कोई कुछ हुआ नहीं है. कोई माल मवेशी किसी को कुछ हुआ नहीं है. ये फर्स्ट टाइम इधर ही हुआ, गाड़ियों को ही हुआ जो कुछ हुआ नुकसान. ഞാൻ ഒന്നും കൂടി ഈ ഷെല്ലിന്റെ ഈ ഭാഗം എടുക്കുകയാണ്. ഇത് നമുക്ക് ഇതൊന്നും ഞാൻ ഈ കല്ലിലേക്ക് ഇടാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരു മെറ്റൽ വന്ന ഒരു കല്ലിൽ വീണാൽ എന്താണ് ശബ്ദം, അതാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. ഇത് തുളഞ്ഞു കയറുന്ന ഒരു സാധനമാണ്. ഇത് സാധാരണ ഉപരിയായി ഇത് വളരെ ഹാർഡായിട്ടുള്ള ഒരു വസ്തു കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ വ്യാപകമായി ഈ മേഖലകളിലെ ഷെല്ലിങ്ങിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തത്വങ്ങൾക്കും അതുകൊണ്ട് രാജ്യാന്തര നിയമങ്ങളുമൊക്കെ നഗ്നമായി ലംഘിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുടെ നഗ്നമായ ഉദാഹരണങ്ങളാണ് നമുക്ക് ഈ രജോരി നഗരത്തിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, രജോരി.